ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്താ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്താ. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ, വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാള് 13 ദിവസത്തെ തിരുനാളിലാണല്ലോ ഞങ്ങൾ. ഇന്ന് 11ാം ദിവസത്തെ ശുശ്രൂഷകളിൽ ഞങ്ങൾ പങ്കെടുക്കുകയാണല്ലോ. 11 നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, അനേകം മക്കള് ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ. ഈ മക്കളുടെ വിശ്വാസം നീ കാണണമേ. ഇവരുടെ കണ്ണീര് നീ കാണണമേ. ഇവരുടെ വേദനകൾ നീ അറിയണമേ. ഇവരുടെ തകർച്ചകളിലേക്ക് വരണമേ. ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് വരണമേ. രോഗപീഠകളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ. പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ. പരിശുദ്ധാത്മാവേ, മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ സൗഖ്യം. കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം തളർന്നു പോയവർ ബലപ്പെടട്ടെ. തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകൾ കർത്താവേ ബലപ്പെടട്ടെ. കർത്താവേ, ഈ മക്കൾ ബലപ്പെടട്ടെ. ഒഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും. ഓ പരിശുദ്ധാത്മാവേ, 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 എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവിന്റെ കൊടുങ്കാറ്റ് വീശട്ടെ. ആത്മാവിന്റെ കൊടുങ്കാറ്റ് വീശട്ടെ. ആത്മാവിന്റെ കൊടുങ്കാറ്റ് വീശട്ടെ. ആത്മാവിന്റെ അഗ്നിനാവുകൾ എറിയട്ടെ. ആത്മാവിന്റെ അഗ്നിനാവുകൾ എഴുന്നള്ളി വരട്ടെ. ആത്മാവിന്റെ അഗ്നിനാവുകൾ എഴുന്നള്ളി വരട്ടെ. ഓ പരിശുദ്ധാത്മാവേ, 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 സ്തുതിച്ച് പ്രാർത്ഥിച്ച മകള് ഒരു പുതിയ അഭിഷേകം നിറയട്ടെ. ഒരു പുതിയ കരുണ നിറയട്ടെ. ഒരു പുതിയ ശക്തി നിറയട്ടെ. ആത്മാവേ, 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 സ്തുതിച്ച് പ്രാർത്ഥിച്ച് ജീവിതം മുഴുവൻ സമർപ്പിച്ചോ. വേദനകളെ സമർപ്പിച്ചോ. ഈ 13 ദിവസത്തെ തിരുനാളില് നീ സമർപ്പിക്കുന്ന 13 നിയോഗങ്ങൾ സമർപ്പിച്ചോ. ദൈവത്തിന്റെ അത്ഭുത ശക്തി പ്രസരിക്കട്ടെ. രോഗികൾ സുഖപ്പെടട്ടെ. ദുഃഖങ്ങൾ നീങ്ങട്ടെ. നിരാശകൾ അകലട്ടെ. തളർച്ചകൾ നീങ്ങിപ്പോകട്ടെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പ്രിയ ദൈവമക്കളെ, തിരുനാളിൻ്റെ 11ാമത്തെ ദിവസമാണിന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബിലുള്ള ശുശ്രൂഷകളിൽ പങ്കെടുത്തെങ്കിൽ ഇന്ന് നമ്മൾ ലൈവായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. പുണ്യാളത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ കോവിഡിൻ്റെ നിയന്ത്രണങ്ങളും നിബന്ധനകളും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ആലയത്തിലെത്തി ഈ ബലിയർപ്പിക്കാൻ ദൈവം വരം തന്നിരിക്കുക. ദൈവമക്കളെ, ഇന്ന് ഈ ആലയത്തിൽ നിന്നൊഴുകുന്ന വലിയ കൃപ, എസെക്കിയേലിന്റെ ദർശനം പോലെ 47-ാം അധ്യായത്തിൽ പ്രവാചകൻ കാണുന്നത് പോലെ ദേവാലയത്തിൽ നിന്ന് ഒരു നദി ഒഴുകുക. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഒരു അനുഗ്രഹത്തിന്റെ നദി പൈതലെ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകുക. വിശ്വസിക്കുക. ഇതാ വെളിപാടിന്റെ പുസ്തകം കാണുന്നത് പോലെ വെളിപാടിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് ഒഴുകുന്നൊരു നദിയെ പറ്റി. അതിന് ഇരുവശങ്ങളിൽ നിന്ന വൃക്ഷങ്ങള് പച്ചപ്പുള്ളവയായിരുന്നു. അവയിൽ ഫലങ്ങളുണ്ടായിരുന്നു. ഒരു കാലത്തും അവ വാടിപ്പോയില്ല. പുണ്യാളച്ചന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ഒഴുകുന്ന ഈ കൊച്ചരുവിയുടെ നദി, ഈ അരുവിയുടെ തീരത്ത് നിന്ന് ആരും ഇന്ന് വരെ വാടിപ്പോയിട്ടില്ല. ആരും ഇന്ന് വരെ തളർന്നു പോയിട്ടില്ല. ആരും സുഖം പ്രാപിക്കാതെ പോയിട്ടില്ല. ദൈവം വലിയ കാര്യം ചെയ്യുക മക്കളെ. ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ 11ാമത്തെ നിയോഗം ഇന്ന് നമ്മൾ സമർപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 11 നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടലാസ് ഉയർത്തി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്.
പിന്നീട് വെഞ്ചരിപ്പിന്റെ സമയത്തും നമുക്കത് ഉയർത്തി പ്രാർത്ഥിക്കാവുന്ന. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഈ ദിവസങ്ങളിൽ നീ തമ്പുരാന് വേണ്ടി കാത്തിരുന്നെങ്കിൽ നിശ്ചയമായും അവൻ വരും. നീ ഒന്ന് ശ്രദ്ധിച്ച്, അവൻ നിന്റെ വാതിൽക്കൽ മുട്ടുകയാ, അവൻ നിന്റെ ഹൃദയകവാടത്തിൽ മുട്ടുകയാ. ഇപ്പോഴൊരു പുതിയ ആനന്ദം, ഒരു പുതിയ സൗഭാഗ്യം, ഒരു പുതിയ അനുഗ്രഹം അവിടെ തരിക. ജീവിതം ഒരിക്കൽ കൂടി സമർപ്പിച്ച് ആനന്ദത്തോടെ, വിശ്വാസത്തോടെ, ഭക്തിയോട്, ആഗ്രഹത്തോട്, നിലവിളിയോട് യേശുവേ ഹീരാ 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 പരിശുദ്ധാത്മാവേ 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 സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കള്, നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചോ. ലോകം മുഴുവന് വേണ്ടി COVID-19 ബാധിച്ചിരിക്കുന്ന മക്കള്, ഒരുപാട് ക്ലേശിക്കുന്നവര്, ദുഃഖിക്കുന്നവര്, ഹീരാ 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 നിങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച്, നിങ്ങളുടെ ദേശങ്ങളെ സമർപ്പിച്ച്, വിദേശത്തായിരിക്കുന്ന, വിദൂരത്തായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവേ, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്നുവരെ കടന്നു വന്നു പോയിട്ടുള്ള എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് യൂട്യൂബ് മിനിസ്ട്രികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയേ, ഈശോയെ, നിന്റെ മക്കളെ കാണണമേ കർത്താവ്. ഈ സങ്കട കടലിൽ നിന്ന്, ഈ ദുരന്ത മരുഭൂമിയിൽ നിന്ന് മക്കളെ രക്ഷിക്കണേ ഈശോയെ. കുഞ്ഞുങ്ങള് പുതിയ വർഷം ആരംഭിച്ച്, അധ്യയന വർഷം ആരംഭിച്ചിരിക്കുക. കുഞ്ഞുങ്ങളോട് കരുണയാകണേ. സ്കൂളുകൾ തുറന്നു തരണേ എന്ന് പ്രാർത്ഥിക്കുക. ദേവാലയങ്ങൾ തുറന്നു തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, തേർഡ് വേവിനെ അങ്ങ് ശാസിക്കണമേ, ബന്ധിക്കണമേ, ബഹിഷ്കരിക്കണമേ. ഈ തിരുബലിയുടെ, തിരുനാളിന്റെ അത്ഭുത ശക്തിയാൽ ഈ ദേശത്ത് നിന്ന്, ഭാരതത്തിൽ നിന്ന് കോവിഡ് നിർവീര്യമായി പോകട്ടെ. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. ആഗ്രഹിക്കും മക്കളെ, നിന്റെ കുടുംബത്തിന്റെ നൊമ്പരം, നിന്റെ കുടുംബത്തിന്റെ വേദന കണ്ണീരോട് പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കാണും. ഹൃദയമൊരുക്കി ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഈശോയേ, 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 ഈശോയേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ദൈവമക്കളെ, തിരുനാളിൻ്റെ 11ാമത്തെ ദിവസം നിങ്ങളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ട് ഞാൻ ഈ ബലിയർപ്പിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ബലിയർപ്പിക്കുന്നു. ഓരോ ചൊവ്വാഴ്ചയും കടന്നു വന്നുകൊണ്ടിരുന്ന 10,000-കണക്കിനായ മക്കളെ ഈ സമയത്ത് ഞാൻ എൻ്റെ ഹൃദയ കണ്ണുകൊണ്ട് കാണുകയാണ്. ഓരോ ചൊവ്വാഴ്ചയും ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന, യൂട്യൂബിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന 10,000-കണക്കിനായ മക്കള്, നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ സന്നിഹിതരാണ്. നിങ്ങൾ എവിടായിരുന്നാലും ശരി, ഇതാ നിങ്ങളുടെ നിയോഗങ്ങൾ ഈ ആൾത്താരയിൽ സമർപ്പിക്കുക. ദൈവമക്കളെ, ഇന്ന് അപ്പോസ്തലനായ ബർന്നബാസിന്റെ തിരുനാള് സഭാമാതാവ് ആഘോഷിക്കുക. ക്രിസ്തുവിനോടുള്ള അടക്കാനാവാത്ത സ്നേഹം, ക്രിസ്തുവിനോടുള്ള അടക്കാനാവാത്ത ഭ്രാന്ത് ഒരുവനെ ശിക്ഷനാക്കുന്നത് അതാ. നീ നിന്റെ സ്വാർത്ഥതയുടെ ചിന്തകൾ വിട്ടിട്ട്, നീ നിന്റെ എൻ്റെ 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 എന്നുള്ളത് വിട്ടിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിന്നെ വിട്ടുകൊടുക്കുമ്പോ, നിന്നെ പരിശുദ്ധാത്മാവ്, when you deliver yourselves into the hands of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ നിന്നെ വിട്ടുകൊടുക്കുമ്പോ നീ ഒരു അത്ഭുതമായി മാറും. നിന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. ദൈവമക്കളെ, 11 നിയോഗങ്ങൾ നമ്മൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ തിരുബലിയിൽ നിന്റെ മനസ്സിന് ഏറ്റവും വലിയ ഭാരവും, ഏറ്റവും വലിയ നൊമ്പരവും, ഏറ്റവും വലിയ ദുഃഖവും സമർപ്പിച്ച് ഇന്ന് വരെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ടുള്ള, യൂട്യൂബിലൂടെയുള്ള ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ മക്കൾക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള സകല മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങൾക്ക്, ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ അഭിഷേകം ഈ തിരുബലിയിലൂടെ മക്കൾക്ക് ലഭിക്കട്ടെ. ജീവിതം സമർപ്പിച്ചോ, പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ചോ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ
ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ ഞങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ ഞങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശ്വാസത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവനായിരുന്ന വിശുദ്ധ ബർന്നബാസിനെയും വിശുദ്ധ അന്തോനീസിനെയും ജനതകളുടെ മാനസാന്തരത്തിനായി അങ്ങ് പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിച്ചുവല്ലോ. ഇവർ ധീരതയോടെ പ്രഘോഷിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം വാക്കാലും പ്രവൃത്തിയാലും വിശ്വസ്തയോടെ പ്രഖ്യാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് വിശ്വസിച്ച വളരെ പേർ കർത്താവിലേക്ക് തിരിഞ്ഞു. ഈ വാർത്ത ജെറൂസലേമിലെ സഭയിലെത്തി. അവർ ബാർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു. അവൻ ചെന്ന് ദൈവത്തിൻ്റെ കൃപാവരം ദർശിച്ച് സന്തുഷ്ടനാവുകയും കർത്താവിനോട് വിശ്വസ്തരുള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. കാരണം അവൻ പരിശുദ്ധാത്മാവാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. നിരവധി ആളുകൾ കർത്താവിൻ്റെ അനുയായികളായി തീർന്നു. സാവൂളിനെ അന്വേഷിച്ച് ബാർന്നബാസ് താർസൂസിലേക്ക് പോയി. അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. ഒരു വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാസമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു. അന്ത്യോക്യയിൽ വച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. ഇക്കാലത്ത് ജെറുസലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ ഹാഗാബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമം ഉണ്ടാകും എന്ന് പരിശുദ്ധാത്മാവാൽ പ്രചോദിതനായി പ്രവചിച്ചു. ക്ലാവുദിയൂസിൻ്റെ ഭരണകാലത്ത് ഈ ക്ഷാമമുണ്ടായി. ശിഷ്യരെല്ലാവരും തങ്ങളുടെ കഴിവിനനുസരിച്ച് യൂദയായിൽ താമസിച്ചിരുന്ന സഹോദരർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ബാർന്നബാസും സാവൂളും വഴി സഹായം ശ്രേഷ്ഠന്മാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ അത് നിർവഹിക്കുകയും ചെയ്തു. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു.
ബാർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിറേനേക്കാരൻ ലൂസിയോസ്, സാമന്ത രാജാവായ ഹെറോദേസിനോടുകൂടെ വളർന്ന മനായേൻ, സാവൂൾ എന്നിവർ. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബാർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. കിന്നരം മീട്ടി കർത്താവിന് സ്തുതികൾ ആലപിക്കുവിൻ. വാദ്യാഘോഷത്തോടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുവിൻ. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടുടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാളിൻ്റെ
അനുഗ്രഹങ്ങളും കൃപകളും അഭിഷേകങ്ങളും ദൈവമക്കൾക്ക് ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരുകയാണ്. നമ്മൾ തിരുനാളിൻ്റെ 11-ാമത്തെ ദിവസത്തിലാണ്. ജൂൺ 13 വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ദിവസം. നാളെയും നമുക്ക് ദിവ്യബലിയുണ്ട്, മറ്റന്നാൾ ആഘോഷമായിട്ടുള്ള തിരുബലി ഉണ്ടാവും. ദൈവമക്കളെ, ഇന്ന് വിശുദ്ധ ബർണബാസിൻ്റെ കൂടെ തിരുനാൾ ആഘോഷിക്കുക. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ അധികം വിശുദ്ധ അന്തോനീസിനെ പറ്റി പ്രസംഗിക്കാറില്ലായിരുന്നു. ആദ്യകാലങ്ങളിൽ പുണ്യാളച്ചനെ പറ്റി പറഞ്ഞു, പിന്നെ തിരുവചനത്തിലേക്ക് വരികയാണ്. വിശുദ്ധ അന്തോനീസിനെ വിശുദ്ധ അന്തോനീസാക്കി മാറ്റുന്നത് എന്താണ്? നമുക്കറിയാം, ജീവചരിത്രം നമുക്കറിയാം. ഒരു അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്ന ഫെർണാൻഡോയാണ് വിശുദ്ധ അഗസ്റ്റിനായിട്ട് അന്തോനീസായിട്ട് പിന്നീട് മാറുന്നത്. ഫെർണാൻഡോ ഒരു അഗസ്റ്റീനിയൻ സന്യാസിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഏതാനും ഫ്രാൻസിസ്കൻ മിഷണറിമാർ വരികയാണ്. അവർ ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. ആഫ്രിക്കയിൽ ഇവരുടെ സഹോദരങ്ങൾ രക്തസാക്ഷികളായി മരിച്ചു എന്ന് ഇവർ പറയുക. അവരുടെ ശവശരീരം കൊണ്ടുവരാൻ പോവുക. അന്തോണീസിനെ സംബന്ധിച്ച് വലിയ ഒരു ആനന്ദമായിരുന്നു അത്. അവരോടൊരു അസൂയ തോന്നുക. അന്തോണീസിന് മരിക്കാൻ പറ്റിയല്ലോ, ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ക്രിസ്തുവിനെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ വധിക്കപ്പെട്ടല്ലോ. ജീവചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇവരുടെ ശവശരീരം ഒന്ന് കാണുവാനായിട്ട് വിശുദ്ധ അന്തോനീസ് ആഗ്രഹിക്കുക. ദൈവമക്കളെ, പിന്നീട് സഭാധികാരികളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എനിക്കും ക്രിസ്തുവിന് വേണ്ടി മരിക്കണം. നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരല്ലേ? വിശുദ്ധ അന്തോനീസിനെ അന്തോനീസാക്കി മാറ്റുന്നത് പുണ്യാളം പറഞ്ഞു എനിക്ക് മരിക്കണം, ക്രിസ്തുവിന് വേണ്ടി മരിക്കണം. സഭാധികാരികൾ അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുകയാണ്. ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. ഇതാ മിഷന് വേണ്ടി പോവുകയാണ്. ഇങ്ങനെ മരിക്കാൻ വേണ്ടി, ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ വേണ്ടി പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് പോകുന്ന വഴിയിൽ തീരാ രോഗിയായി മരണവക്കിലെത്തി. ഏതാണ്ട് 2 മാസക്കാലത്തോളം രോഗിയായിട്ട് കിടക്കുകയാണ്. ദൈവമക്കളെ, ഇതാ പുണ്യാളൻ തിരിച്ച് ദേശത്തേക്ക് മടങ്ങി വരുന്നു. ആശ്രമത്തിൽ ദാരിദ്ര്യത്തിലും ജീവിതത്തിൻ്റെ വേദനകളിലുമൊക്കെ പുണ്യാളൻ ജീവിക്കുക. ദൈവമക്കളെ, നിനക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് നിന്നെ ക്രിസ്തുവിൻ്റെ കൃപകളുടെ അവകാശിയാക്കി മാറ്റുന്നത്. നീ എന്തുമാത്രം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ഇന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, ഈശോ ശിഷ്യന്മാർക്ക് കൃപ കൊടുക്കുന്ന, അനുഗ്രഹം കൊടുക്കുന്ന, നിങ്ങൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചപ്പോൾ സംഭവിക്കണം. പ്രസംഗിക്കുന്ന കാര്യം സംഭവിക്കണം. വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിൽ 2 ഇടങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുണ്യാളച്ചൻ ഒരു ദിവസം പുണ്യാളൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അന്തോണീസ് പുണ്യാളൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലെ യുവാവ് ഏകമകൻ മരിച്ചു. ഈ കുടുംബം, ഈ അപ്പനും അമ്മയും ഒക്കെ കൂടി ഈ ശവശരീരവുമായിട്ട്, യുവാവിൻ്റെ ശവശരീരവുമായിട്ട് പുണ്യാളച്ചൻ്റെ അടുക്ക കൊണ്ടുവരിക. പുണ്യാളച്ചൻ വിഷമിച്ച് നിൽക്കുക, എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പുണ്യാളച്ച, ഞങ്ങളുടെ മോനെ ഉയർപ്പിച്ചതാ, ഞങ്ങളുടെ മകനെ ഉയർപ്പിച്ചതാ. ദൈവമക്കളെ, ജീവചരിത്രം പറയുന്നു, പുണ്യാളൻ ഇറങ്ങിച്ചെന്നു, അവന്റെ കൈക്ക് പിടിച്ചു, യുവാവെ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. യുവാവ് എഴുന്നേറ്റു. ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ എന്തുമാത്രം ദൈവാഭിഷേകമുണ്ട്. Are you living with the grace of God or you are living with your human power? ശരീരത്തിലെ ആരോഗ്യം കൊണ്ടല്ല മക്കളെ ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ കരുണ കൊണ്ട്, ദൈവത്തിന്റെ കൃപ കൊണ്ട്, ദൈവത്തിന്റെ അഭിഷേകം കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. തിരുവചനം പറയുക, തിരുനാളിന്റെ ഈ ദിവസത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്ന കാര്യം ഇതാണ്. ഈ ഒരു അഭിഷേകം നമുക്ക് തരുവാനായിട്ട് തമ്പുരാൻ കർത്താവ് ആഗ്രഹിക്കുക. ഇന്ന് ബർണബാസിന്റെ തിരുനാളും കൂടി ആഘോഷിക്കുമ്പോൾ ഈ അന്തോണീസ് പുണ്യവാനെ പോലെ തീഷ്ണമതിയായിരുന്നു ബർണബാസ് തീഷ്ണമതിയായിരുന്നു. അവനെ പറ്റി പറയുന്നത് പരിശുദ്ധാത്മാവും കുത്തിയാൽ ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിവരും, അല്ലെങ്കിൽ വിശ്വാസം വരും. നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച്, നിന്റെ ദേഹത്ത് ഒരു കമ്പിയെടുത്ത് കുത്തിയാൽ എന്നാ വരാൻ പോകുന്നത്? നീ കോപിക്കും,
നീ പൊട്ടിത്തെറിക്കും, നീ പരാതിപ്പെടും, നീ നിലവിളിക്കും. പക്ഷേ ബർന്നബാസിനെ കുത്തിയാൽ വന്നുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവ്. ദൈവമക്കളെ, ജീവിതങ്ങൾക്ക് മാറ്റം വരണം മക്കളെ. വിശുദ്ധന്റെ ഉള്ളിൽ ദൈവരാജ്യമുണ്ട്. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ മുഴുവൻ ദൈവരാജ്യം ഇരിക്കുന്ന വ്യക്തി എന്നർത്ഥം. ഉള്ളിൽ മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി. നിറഞ്ഞിരിക്കുന്ന ഒരു കുടത്തെ കുത്തി, അല്ലെ ഒരു തേൻ കുപ്പി, അല്ലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പി എന്ന് വിചാരിച്ചോ. ഒരു ദ്വാരം ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? തേൻ വരും. ഇതുപോലെ ഒരു വിശുദ്ധനെ കുത്തിയാൽ ക്രിസ്തു ഒഴുകണം, പരിശുദ്ധാത്മാവ് ഒഴുകണം. ഒരു പുരോഹിതനെ കുത്തിയാൽ പരിശുദ്ധാത്മാവ് ഒഴുകണം. ഒരു സന്യാസിനിയെ കുത്തിയാൽ പരിശുദ്ധാത്മാവ് ഒഴുകണം. ഒരു കുടുംബനാഥനെ, ഒരു ഭാര്യയെ, ഒരു ഭർത്താവിനെ കുത്തിയാൽ എന്തേ മക്കളെ നമ്മുടെ കുടുംബങ്ങളൊക്കെ തകർന്നു പോകുന്നത്? ഉള്ളിൽ നല്ല കയ്പ, ബിറ്റർനെസ്. അത് പിശാച. തേനും പാലുമാണ് ദൈവരാജ്യം. കയ്പ് അത് പിശാച. നമ്മളെ കുടുംബജീവിതങ്ങൾ എത്രയോ മക്കൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ തകർന്ന കുടുംബങ്ങൾ കഥ പറയുന്നു. ഒരു കൂരയ്ക്ക് കീഴിൽ ഭാര്യയും ഭർത്താവും രണ്ടിടത്ത് പോയി കിടക്കുക. വിവാഹം ചെയ്താനും നാളുകള്, പിന്നെന്തിനാ നിങ്ങൾ കല്യാണം കഴിച്ചേ? പറയുന്നു ഒരു മകള്, ഇവരെ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുക ഭർത്താവിനെ ചൂണ്ടിക്കാട്ടിയിട്ട്. അവള് പറയുന്നതിൽ ന്യായമൊക്കെ ഉണ്ട്. ദൈവമക്കളെ, കുടുംബജീവിതങ്ങളില് ക്രിസ്തു ദൈവമക്കളെ പള്ളി വന്ന് ഹല്ലേലൂയ പറയാനല്ല ഈ പുണ്യാളിനെ നമ്മൾ വിളിക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ സഹനങ്ങളുടെ നിമിഷങ്ങളിലും വേദനകളുടെ നിമിഷങ്ങളിലും നിന്നിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിന്നിൽ ക്രിസ്തു നിറയട്ടെ. എന്ത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ. നോക്കിയേ, അന്തോണിസ് പുണ്യാളൻ നല്ല ധനിക കുടുംബത്തിൽ ജനിച്ചതാ. പ്രഭുകുമാരനാ. അവിടുന്ന് നാട് വിട്ടു പോയവനാ. സെമിനാരി ചേരാൻ അപ്പനും അമ്മയും സമ്മതിച്ചില്ല. കാരണം സ്വത്ത് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. തിന്നും കുടിച്ചും സുഖിച്ചാ മതി. ഇതാ അന്തോണിസ് പുണ്യാളൻ അഗസ്തീന സഭ വിടുമ്പോൾ വിഷമം തോന്നല്. എന്നാലും പറയട്ടെ, അഗസ്തീന സഭ നമുക്കറിയാം അന്നത്തെ പ്രശസ്തമായിട്ടുള്ള സഭയാണ്. ദൈവശാസ്ത്രജ്ഞന്മാർ, പണ്ഡിതന്മാർ ഒരുപാടുള്ള സഭയാണ്. നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ചുളുക്ക് പറ്റാത്ത ഉടുപ്പിടുമ്പോൾ ഇവിടെ ചാക്ക് കൊണ്ട് ഉടുപ്പ് തയ്ച്ചിടുന്ന ഫ്രാൻസിസിന്റെ മക്കളെ കണ്ടു കഴിഞ്ഞപ്പോ അന്തോണീസിന്റെ ഉള്ളിൽ ഒരു സ്നേഹം. ദൈവ പൈതലേ, നിനക്ക് ക്രൂശിനോടാണോ, കുരിശിനോടാണോ, അതോ സിംഹാസനത്തോടാണോ നിനക്കിഷ്ടം? നിനക്ക് പട്ടുമെത്തയോടാണോ, ക്രിസ്തുവിന്റെ കുരിശിനോടാണോ നിനക്കിഷ്ടം? ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിനോട് അല്പം കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? ക്രിസ്തുവിനെ സ്നേഹിക്കുമെന്ന്. നിന്നോടുള്ള ബന്ധത്തിൽ, നിന്നോടുള്ള സ്നേഹത്തിൽ ഇതിനു വേണ്ടി തന്നെയാണ് മക്കളെ ഈ തീർത്ഥാടന കേന്ദ്രം. ക്രിസ്തു സ്നേഹം കൊണ്ട് മക്കൾ നിറയുന്ന, ക്രിസ്തുവിൻ്റെ കരസ്പർശനം കൊണ്ട് മക്കൾ നിറയുന്ന, ക്രിസ്തുവിൻ്റെ ആശ്വാസം മക്കൾക്ക് കിട്ടുന്ന ഇടമായിട്ട് ഈ തീർത്ഥാടന കേന്ദ്രം മാറണം. ഇതാ സങ്കീർത്തനം 98 നമ്മൾ പറഞ്ഞത്. സങ്കീർത്തനം 98 തിരുവചനം പറയുന്നു, ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു, നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യം ദർശിച്ചു, നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം ദർശിച്ചു, നമ്മുടെ ദൈവത്തിൻ്റെ ഔദാര്യം ദർശിച്ചു. കോവിഡിന്റെ കാലത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ ഔദാര്യം എന്തെന്നറിയാമോ? നീ നിന്റെ അയൽവക്കക്കാർക്ക് കൊടുക്കുന്ന സ്നേഹമാ. അതേ മക്കളെ, സ്വന്തം ഭർത്താവിനോട് നീ കാണിക്കുന്ന സ്നേഹത്തിന്റെ പേരാണ് ദൈവസ്നേഹം. നിന്റെ ഭാര്യയോട് നീ കാണിക്കുന്ന കാരുണ്യത്തിന്റെ പേരാണ് ദൈവസ്നേഹം. നിന്റെ മക്കളോട്, നിന്റെ പ്രിയപ്പെട്ടവരോട് നിന്റെ ഉള്ളിൽ തോന്നുന്ന അലിവിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കരുണ. ദൈവമക്കളെ, ഈ തിരുനാൾ ദിവസം നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞു കൊടുത്തു, ശിഷ്യന്മാരയക്കുന്ന സംഭവമല്ലേ നമ്മൾ വായിച്ചു കേട്ടത്? രോഗികൾ സുഖപ്പെടും മക്കളെ. കാരണം കർത്താവ് കൊടുത്തിരിക്കുന്ന വാഗ്ദാനമാ. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥപ്പോഴ, വിശുദ്ധ അന്തോനീസ് ജീവിച്ചിരുന്നപ്പോൾ ഒരു ദിവസം പുണ്യാളിങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പീറ്റർ 3 വയസ്സുള്ള മകളെയും തോളിലിട്ടുകൊണ്ട് വരിക. തളർന്നു പോയ മാരകമായ ചുഴലി രോഗം, ഫിറ്റ്സ് രോഗമുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് വരിക. പുണ്യാളനെ അറിയാം. പുണ്യാളനെ കണ്ടപാടെ പീറ്റർ കരയാൻ തുടങ്ങി. എൻ്റെ പുണ്യാളെ, എൻ്റെ കൊച്ചിനെ ഒന്ന് സുഖപ്പെടുത്തിത്താ.
ജീവചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് അന്തോണീസ് പുണ്യാളൻ ചെന്ന് ആ പെൺകുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ മനുഷ്യൻ അന്ന് നടന്ന് തളർന്ന് വൈകുന്നേരം വീട്ടിലെത്തി. കുഞ്ഞിനെ കൊണ്ടുപോയി വീട്ടിലിരുത്തി. അപ്പോഴാണ് ഓർത്തത്, പുണ്യാളച്ചൻ പ്രാർത്ഥിച്ചതല്ലേ. കൊച്ചിനെ പതുക്കെ പിടിപ്പിച്ച് നിർത്താൻ നോക്കി. 3 വർഷങ്ങളായി കുഞ്ഞ് ജനിച്ചിട്ട്. ഇതുവരെ നേരെ നിൽക്കാത്ത കുഞ്ഞ് സാവധാനം പിടിച്ചു നിന്നു, സാവധാനം ചുവട് വെച്ചു, സാവധാനം നടന്നു എന്ന് അദ്ദേഹത്തെ പുണ്യാളന്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ. ഇന്നും ഈ തീർത്ഥാടന കേന്ദ്രത്തിലും ഇതുവരെ നടക്കാത്ത കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നടന്ന സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഞാൻ ഓർക്കുന്നു, നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള ഒരു ആശുപത്രിയിലെ ഒരു പീഡിയാട്രീഷ്യൻ ഡോക്ടർ, കുട്ടികളുടെ ഡോക്ടറിൻ്റെ മോൻ, ഒരുപക്ഷെ ഡോക്ടർ ഇത് കേൾക്കുന്നുണ്ടാവും. ഡോക്ടറുടെ ഇപ്പോൾ ഇവിടെ ഇല്ല, ദേശത്തില്ല, വിദേശമോ മറ്റുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകൻ നടക്കില്ലായിരുന്നു. പീഡിയാട്രീഷ്യൻ ഡോക്ടർ, കുട്ടികളുടെ ഡോക്ടറിന് തൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ പറ്റിയില്ല. ഈ ആലയത്തിൽ ഈ ഭാഗത്ത് പുണ്യാളച്ചൻ്റെ അടുക്കൽ വന്നിട്ട് ഈ ഭാര്യയും ഭർത്താവും, സിസ്റ്റർമാർ പറഞ്ഞു വിട്ടതാ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഈ കൊച്ചിനെ നിലത്ത് കിടത്തിയിട്ട് ഭാര്യയും ഭർത്താവും മുട്ടിന്മേൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞെഴുന്നേറ്റ് ജീവിതത്തിലാദ്യമായി വിശുദ്ധ അന്തോനീസിന്റെ പാദാന്തികത്തിൽ ഈ കുഞ്ഞ് അപ്പന്റെ തോളിൽ പിടിച്ച് എഴുന്നേറ്റ് നിന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ആദ്യമായി ചുവട് വെച്ച സംഭവം പറയുമ്പോൾ ഇന്നും വിശുദ്ധ അന്തോനീസ് തന്റെ പ്രവർത്തനം ഈ ദേശത്ത്, ഈ ആലയത്ത് തന്നിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ജീവിതങ്ങളൊന്ന് സമർപ്പിച്ച് ദൈവത്തിന് ചേർന്നതാവട്ടെ നിന്റെ ഹൃദയ ജീവിതം. നിന്നെ കുത്തിയാൽ പരിശുദ്ധാത്മാവ് വരട്ടെ, നിന്നെ കുത്തിയാൽ ദൈവസ്നേഹം ഒഴുകട്ടെ, നിന്നെ കുത്തിയാൽ ദൈവത്തിന്റെ വിശ്വാസം ഒഴുകട്ടെ. ഓ കർത്താവേ, ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. ഈ വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്താൻ ആഗ്രഹിച്ച അനേകം മക്കളുണ്ട്. ഓ കർത്താവേ, ആ മക്കളുടെ നിയോഗങ്ങൾ പ്രത്യേകമായിട്ട് ദൈവമേ ഉപകാര സ്മരണയായിട്ടൊക്കെ ബലിയർപ്പിക്കുന്നവര് അവരുടെയൊക്കെ ജീവിതങ്ങളെ സമർപ്പിക്കുക. ലോകമെമ്പാടും ഇരുന്ന് ഇപ്പോൾ ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ കരുണ അയക്കണമേ. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പ, ഞങ്ങളുടെ സെബാസ്റ്റ്യൻ പിതാവ്, എല്ലാ പിതാക്കന്മാരും, വൈദികരെ, സന്യസ്തര് വിശുദ്ധ അന്തോനീസിനെ പോലെ ക്രിസ്തു നിറഞ്ഞവരായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, കുരിശിനെ സ്നേഹിക്കുന്നവരാക്കി മാറ്റണമേ. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ഓ ദൈവമേ, ഈ സമയത്ത് കണ്ണീരോട് പ്രാർത്ഥിക്കുന്നവര് വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി ഈ മക്കളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അനേകം യുവാക്കള് ഈ തീർത്ഥാടന കേന്ദ്രത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് യുവാക്കന്മാരാണല്ലോ. അനേക യുവാക്കന്മാർ ഈ ആലയത്തിൽ വന്ന് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. വിദേശ രാജ്യങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും ഇന്ന് പങ്കെടുക്കുന്ന മക്കള് ഈ ആലയത്തിൽ വന്ന് കരഞ്ഞവരാണ്, കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചവരാണ്, ഇവിടെ അനുഗ്രഹം പ്രാപിച്ചവരാണ്. ഈ നിമിഷം അവരൊക്കെ എവിടെയൊക്കെ ആണെങ്കിലും ശരി, ഓ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം മക്കൾക്ക് നൽകണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗികള്, ക്യാൻസർ രോഗികള്, മാനസിക രോഗികള്, വിവിധ രോഗങ്ങൾ അനുഭവിക്കുന്നവര് കരുണയാകണമേ. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുണ്യാളരി തീർത്ഥാടന കേന്ദ്രത്തിലും പരിശുദ്ധ വിമലഗിരി മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലും ഇന്നുവരെ കടന്നു വന്നിട്ട് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ 11 നിയോഗങ്ങൾ ഇപ്പോൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് 11ാമത്തെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പൂർണ്ണമായി ഏകിടുന്നു ദൈവമേ, ഉയരുമേ കാഴ്ചയേറ്റുവാങ്ങണേ. കുറവുകൾ കരുണയോടെ നീക്കണേ. പൂർണ്ണരായി മാറുവാൻ കൃപ തൂകണേ. ക്രൂശിലെ
പരിപൂർണ ബലിയിൽ ചേർത്തിടാം നാഥ. നൽകിടാം നിൻ ദാനമാമി ജീവിതം. നിന്റെ ദിവ്യ സ്പർശനം ഇന്നേകിടൂ. ഞങ്ങൾ നിന്റേതായി തീരുവാൻ വരമേകണേ. നിന്റെ ദിവ്യ സ്പർശനം ഇന്നേകിടൂ. ഞങ്ങൾ നിന്റേതായി തീരുവാൻ വരമേകണേ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ അനുഗ്രഹത്താൽ പവിത്രമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ ദാനങ്ങൾ അങ്ങേ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കുമാറാകട്ടെ. ഇതുവഴിയാണല്ലോ വിശുദ്ധ അന്തോനീസും വിശുദ്ധ ബർണബാസും ജനതകൾക്ക് സുവിശേഷ വെളിച്ചം പകർന്നു നൽകിയത്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗ്യതകൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് അങ്ങേ ദാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിത ശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും, ഐക്യം വഴി പങ്കാളിത്തവും, മാധ്യസ്ഥം വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറുവാനും മഹത്വത്തിൻ്റെ അക്ഷയകിരീടം അവരോടുകൂടെ കരസ്ഥമാക്കുവാനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങിടയാക്കുന്നു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും വിശുദ്ധരുടെ വിവിധ സമൂഹങ്ങളോടും കൂടെ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേയ്ക്ക് സ്തുതിഗീതം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ
സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. ഈശോയെ, ഈശോയെ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും എല്ലാ വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ ബർന്നബാസിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ
മനോഹരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നാഥാ നാഥാ നീ വരണേ, യേശുവേ നാഥാ നീ വരണേ. യോഗ്യരല്ലെങ്കിലും ഞങ്ങൾ നിന്നെ തേടുന്നു നാഥാ നീ വരണേ. യോഗ്യരല്ലെങ്കിലും ഞങ്ങൾ നിന്നെ തേടുന്നു നാഥാ നീ വരണേ. നാഥാ നാഥാ നീ വരണേ. രക്തവും മാംസവും നൽകി മർത്യരാം ഞങ്ങളെ പോറ്റി, രക്തവും മാംസവും നൽകി
മർത്യരാം ഞങ്ങളെ പോറ്റി മൃത്യു വരിച്ചു ജയിച്ചു സ്വർഗവാതിൽ തുറന്നു ക്ഷണിച്ചു മൃത്യു വരിച്ചു ജയിച്ചു സ്വർഗവാതിൽ തുറന്നു ക്ഷണിച്ചു നാഥാ നാഥാ നീ വരണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യജീവന്റെ ആചാരം സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ ബർന്നബാസിൻ്റെയും വിശുദ്ധ അന്തോനീസിൻ്റെയും തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഈ കുദാശ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ പ്രത്യക്ഷ ദർശനത്താൽ ഞങ്ങളെയും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. തിരുനാളിൻ്റെ ഈ 11ാമത്തെ ദിവസത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ നമുക്കറിയാം, നമ്മുടെ കരുണയുടെ കൂടാരത്തിൽ എഴുതി വച്ചിരിക്കുന്ന വചനമാണ്, എളിവൻ നിലവിളിച്ചു, കർത്താവ് ശ്രമിക്കുകയും ചെയ്തു. ദൈവമക്കളെ, ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്ന, ദൈവം നമ്മളോട് കരുണ കാട്ടുന്ന വിശുദ്ധ നിമിഷങ്ങളാണ് നൊവേനയുടെ നിമിഷങ്ങൾ. ലോകമെമ്പാടും ഇരിക്കുന്ന മക്കൾ ഒന്ന് ചേർന്ന് ഒരു മനസ്സോടുകൂടി ഈ നിമിഷങ്ങളെ പാടി പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടും നിതങ്ങയെ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടും നിതേ. കൂപ്പുകൈക്കുരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പാപലേശമേശിടാതെ നിൻ പാദമാശ്രയിച്ചിടും നിവ പാവന പ്രകാശധാരയിൽ ലീനരായിടേണമെന്നുമേ. നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോ എൻ പ്രവൃത്തികൾ സമസ്തവും ഈശോയെ, നിന്റെ മക്കളെ കരുണയോടെ കാക്കണമേ. നിത്യഭാഗ്യവും പുണ്യാളത്തിലെ 13 ദിവസത്തെ തിരുനാളിൽ പങ്കുചേരുന്ന മക്കളെ തരുവരം. സർവശക്തനായ ദൈവമേ, 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 കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന മക്കള് ജീവിത ദുഃഖങ്ങളിലും വേദനകളിലും നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടും നിതേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പകലെത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രമിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് തിരുനാളിന്റെ 11ാമത്തെ ദിവസം നമ്മൾ സമർപ്പിക്കുന്ന 11ാമത്തെ നിയോഗത്തെ സമർപ്പിക്കാം. ഒപ്പം 11 നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും ഒരുപാട് വേദനയോടെ ദുഃഖങ്ങളോടെ ഈ നൊവേന തിരുനാളിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. രോഗികളായ മക്കൾ, മാരക രോഗങ്ങൾ, ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്യപ്പെടാത്ത രോഗങ്ങൾ, നാളുകളായിട്ട് രോഗികളായിരിക്കുന്ന
അവസ്ഥകളിൽ കഴിയുന്നവർ, കിടപ്പിലായി പോയവർ, ഐസിയുലും വെന്റിലേറ്ററുമൊക്കെ ആയിരിക്കുന്നവർ, ക്യാൻസർ രോഗികൾ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞവർ, ബയോപ്സിയുടെ റിസൾട്ട് കൊച്ചു പ്രായത്തിലുള്ള മക്കൾ ക്യാൻസർ രോഗികളായിരിക്കുന്നവർ, സർജറികൾക്കൊക്കെ വിധേയരാകുന്ന മക്കളെ പൊന്നു കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കുടുംബജീവിതത്തിലെ തകർച്ചകൾ അനുഭവപ്പെടുന്നവർ, വലിയ പരാജയങ്ങളിലൂടെ കടന്നു പോകുന്നവർ, വിവാഹ മോചനത്തിൻ്റെ വക്കീലത്തിൽ നിൽക്കുന്നവർ, ഭർത്താവിനോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഭാര്യയോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, മാതാപിതാക്കളോട് ക്ഷമിക്കാത്ത അവസ്ഥകൾ, സഹോദര ബന്ധങ്ങൾ തകർന്നു പോയ അവസ്ഥകൾ, സ്വന്തമായിട്ട് ഭവനങ്ങളില്ലാത്തവർ ഭവനം ജപ്തി ചെയ്തു പോയ അവസ്ഥകൾ, കടക്കണികൾ, ജപ്തി നോട്ടീസ്, വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് എത്തി നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിട്ടുള്ള എല്ലാ മക്കളും, കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്, ഡൗൺ സിൻഡ്രോം, ഹൈപ്പറാക്റ്റീവ് കുഞ്ഞുമക്കൾ, പലതരത്തിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത കുഞ്ഞുമക്കൾ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വീസ തടസ്സങ്ങളൊക്കെ അനുഭവിക്കുന്ന മക്കളെ, യുവാക്കന്മാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, SLCയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർ, +2ൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പ്രത്യേകിച്ച് എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ ഒരുങ്ങുന്ന മക്കളെ പൊന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പലതരത്തിലുള്ള ദുഃഖങ്ങളിലൂടെ, നിരാശകളിലൂടെ കടന്ന് പലതരം അഡിക്ഷൻസിന് വിധേയരായിട്ടുള്ളവർ, മദ്യപാനം, മയക്കുമരുന്ന്, മറ്റ് തിന്മകൾക്ക് അടിപ്പെട്ട് പോയവർ, കടുത്ത നിരാശ, ദുഃഖം, ഭയം, കോപം, ആത്മഹത്യാ പ്രവണതകൾക്കൊക്കെ അടിപ്പെട്ട് കഴിയുന്ന മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധരായ ദേശത്തിലുള്ള ധാരാളം വൈദികരെ സന്യസ്തരെ തരണേ, വിശുദ്ധരായ ധാരാളം ശുശ്രൂഷകരെ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്നുവരെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ തീർത്ഥാടന ഇന്നുവരെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, നമ്മുടെ ദേശങ്ങൾ, നമ്മുടെ രാജ്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ഒക്കെ സമർപ്പിച്ചൊന്ന് വിളിച്ചേശുവേ. പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ, അങ്ങയിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സുസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്ത് അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോട് കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മലകരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ. ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളൊക്കെ സമർപ്പിച്ച മക്കളെ, രോഗികളെ സുഖപ്പെടുത്തും അവൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവ്, കുഷ്ഠരോഗങ്ങൾ മാറ്റുന്ന കർത്താവ്, മഹാവ്യാധികൾ സുഖപ്പെടുത്തുന്ന കർത്താവ്, മനസ്സിൻ്റെ ഭാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ സമർപ്പിച്ച്, പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളിയെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച്, സഹോദരങ്ങളുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവർ, കൂടെ ജോലി ചെയ്യുന്നവർ, അയൽവക്കക്കാരൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച്, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്തവർ, ഒരുപാട് വിഷമിക്കുന്നവർ, വേദനിക്കുന്നവര്, മരണകരമായ അവസ്ഥകളിൽ കഴിയുന്നവര്, ഈ തീർത്ഥാടന കേന്ദ്രം ഇന്നുവരെ കടന്നു വന്നിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച്, ആരും പ്രാർത്ഥിക്കാൻ അറിയാത്തവർക്ക് വേണ്ടി, വിദേശ രാജ്യങ്ങളും വിദൂര സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടി, ജോലി നഷ്ടപ്പെട്ടു പോയവർ, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവര്, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവര്, പലതരത്തിലുള്ള ദുരന്തങ്ങളിൽ കടന്നു പോകുന്നവര്, യേശുവേ ലഭിച്ചു തരണമേ എന്ന് സകലവര പ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരനോട് തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക്
തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനസ്സരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങേ പരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിൽ ആയിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങേ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമരുളുന്ന വിശുദ്ധ അന്തോനീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവർത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവം ശ്രവിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേപ്പക്കൽ അണയുന്നു. ഞങ്ങളിൽ കനിയണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസപൂർവം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പെഞ്ചരിപ്പ് ശുശ്രൂഷ നിർവഹിക്കുകയാണ്. പെഞ്ചരിക്കാൻ വേണ്ടി ഉള്ള വസ്തുക്കൾ ഈ സമയത്ത് കരങ്ങളിൽ എടുത്തു പിടിക്കാം. നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതിയ ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ഈ സമയത്ത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളുടെ ഭവനങ്ങൾ ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ വാഹനങ്ങൾ, നിങ്ങളുടെ ജോലി സ്ഥലങ്ങൾ, വരുമാന മാർഗങ്ങളൊക്കെ ആശീർവദിക്കപ്പെടുന്ന നിമിഷങ്ങൾ. കർത്താവായ ദൈവമേ, അങ്ങ് പരിശുദ്ധ സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക അനുഗ്രഹവും വരവും ആനുകൂല്യവുമാണല്ലോ. ദൈവമക്കൾ വെഞ്ചരിക്കപ്പെടുവാനായി, വാഴ്ത്തപ്പെടുവാനായി, അനുഗ്രഹിക്കപ്പെടുവാനായി കൊണ്ടുവരുന്ന വസ്തുക്കൾ ആശീർവദിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ നിമിഷം ഈ ദൈവമക്കൾ വിശ്വാസത്തോടെ സ്വർഗ്ഗസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കുരിശുരൂപങ്ങൾ, ജപമാലകൾ, ഉത്തരീയങ്ങൾ, കാശുരൂപങ്ങൾ, വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ, ഫോട്ടോസ്, പിക്ചേഴ്സ്, കലണ്ടേഴ്സ്, വചനഗ്രന്ഥങ്ങൾ, പ്രാർത്ഥന പുസ്തകങ്ങൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവ വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. ഈ മരുന്നിനെ, ഭക്ഷണ സാധനങ്ങൾ ആശീർവദിക്കുന്നു. അത്ഭുത രോഗശാന്തികൾ, വിടുതലുകൾ ഉണ്ടാവട്ടെ. ഈ മണ്ണിനെ ആശീർവദിക്കുന്നു. നാരകീയ ശക്തികൾ വിട്ടൊഴിയട്ടെ. സമൃദ്ധമായി വിളവ് ലഭിക്കട്ടെ. സ്ഥലം വിൽപ്പന സംഭവിക്കട്ടെ. വീട് പണികൾ പൂർത്തിയാവട്ടെ. ഈ ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട്സ്, പ്രോജക്ട്സ്, പ്ലാൻസ്, പേനകൾ, തിരികൾ, ഹോൾ ടിക്കറ്റ്, സകല വസ്തുക്കളെയും ഈശോയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവ വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഈ നിയോഗങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 11 നിയോഗങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ പ്രസരിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഈ ഭവനങ്ങൾ ആശീർവദിക്കുന്നു. നാരകീയ ശക്തികൾ വിട്ടൊഴിയട്ടെ. ഈ വാഹനങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. അപകടങ്ങൾ നീങ്ങി നിൽക്കട്ടെ. ഈ ബിസിനസ് സ്ഥാപനങ്ങൾ, ഈ വരുമാന മാർഗങ്ങളെ ആശീർവദിക്കുന്നു. മക്കളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കും പുരോഗതിക്കും കാരണമാകട്ടെ. ഈ മക്കളെയും ഇവിടെ കുടുംബങ്ങളെയും ഇവിടെ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ സഭയോട്, ഫ്രാൻസിസ് പാപ്പായോട്, അഭിയുദ്ധ്യ സെബാസ്റ്റ്യൻ പിതാവിനോട്, പിതാക്കന്മാർ
ഡോക്ടർമാരുടെ വൈദ്യ കൂട്ടായ്മയിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവായിലെ അന്തോനീസേ പാരിതിൽ കൃപ ചൊരിയണേ. ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ വിണ്ണിലാനുഗ്രഹങ്ങളെ മഞ്ഞിലെന്നും പൊഴിക്കണേ. ജീവിത വേദകളാലേ ഈ മക്കളെ കണ്ണീരൊപ്പിയെടുക്കണമേ. സങ്കടങ്ങളിലേക്ക് വരണമേ. നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗപീഠകൾ സുഖപ്പെടുത്തണമേ. ക്യാൻസർ രോഗികൾ സുഖപ്പെടണമേ. കോവിഡ് രോഗങ്ങൾ നിർവീര്യമാവട്ടെ. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായിട്ട് ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾ സാക്ഷ്യങ്ങൾ അയക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് കോട്ടയം @gmail.com അഡ്രസ്സിൽ അയച്ചാൽ നമുക്ക് സാക്ഷ്യങ്ങൾ വായിക്കാൻ പറ്റും. സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് കോട്ടയം @gmail.com. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ മെയിലിൽ നമുക്ക് അയച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ അത് കിട്ടുന്നതായിരിക്കും, പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒപ്പം നമ്മുടെ പള്ളിയിലെ നമ്പറിൽ, ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ചാലും നമുക്ക് ആ സാക്ഷ്യങ്ങൾ, എൻ്റെ പേഴ്സണൽ നമ്പറിൽ വിളിക്കാൻ ശ്രമിക്കലും. മിക്കവാറും ഞാൻ ഫോൺ എടുക്കാറില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു മകൾ സാക്ഷ്യം എഴുതുകയാണ്. അമല എന്നു പേരുള്ള ഒരു മകള് സാക്ഷ്യം എഴുതുന്നു. എൻ്റെ മകളുടെ പേര് എൻ്റെ പേര് സിസി, ചങ്ങനാശ്ശേരിയിലാണ് വീട്. കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി എല്ലാ ചൊവ്വാഴ്ചത്തെയും നാഗമ്പടം തീർത്ഥാടന കേന്ദ്രത്തിലെ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് വിശുദ്ധ അന്തോണീസ് പുണ്യാളച്ചൻ വഴിയായി നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ചിക്കൻ ഗുനിയ രോഗപീഠ പിടിപെട്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് അബ്നോർമലായി വർദ്ധിച്ചിരുന്നു. വിശുദ്ധ അന്തോനീസ് പുണ്യാളച്ചൻ്റെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പുണ്യാളച്ചൻ്റെ അനുഗ്രഹത്താൽ അത് നോർമലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടാതെ എൻ്റെ യൂട്രസിൽ ഒരു പോളിപ്പ് ഉണ്ടായിരുന്നു. അതുമൂലം ബ്ലീഡിങ്ങിൻ്റെ പ്രയാസത്തിൽ ഞാൻ കഴിയുകയായിരുന്നു. അന്തോണീസ് പുണ്യാളച്ചൻ്റെ സഹായത്താൽ ഇപ്പോൾ ബ്ലീഡിങ് പൂർണ്ണമായും നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോക്ടർമാര് സർജറി പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ കയ്യിലെ നീളം കൂടിയ വിരലിൽ ഒരു മുഴ പോലെ വന്നിരുന്നു. നൊവേനയും ആരാധനയിലും കൂടുമ്പോൾ ഞാൻ ആ മുഴയിൽ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ചൊവ്വാഴ്ച ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത് അപ്രത്യക്ഷമായതായിട്ട് അനുഭവപ്പെട്ടു. ഹല്ലേലൂയ. യൂട്യൂബിലെ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുക. ഈ വിരലിൽ ഉണ്ടായിരുന്ന ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു. അതേ കൈവച്ച് ആരാധന സമയത്ത് അത് സൗഖ്യം കിട്ടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് അതുകൂടാതെ 15 വർഷമായിട്ട് എൻ്റെ കാലിൽ ഒരു മുഴയുണ്ടായിരുന്നു. അടുത്തയിട അത് വലിപ്പം കൂടി വരികയായിരുന്നു. പുണ്യാളച്ചൻ്റെ നൊവേനയും ആരാധനയും കൂടുമ്പോൾ അവിടെ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കോവിഡ് കാലഘട്ടമായിരുന്നതിനാൽ ഹോസ്പിറ്റലിൽ പോവാൻ പേടിയായിരുന്നു. സർജറിയും പേടിയായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, പുണ്യാളച്ചൻ വഴി എൻ്റെ ആ മുഴ ഒരാഴ്ച മുമ്പ് അപ്രത്യക്ഷമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മകൾ നെറ്റ് എക്സാം പുണ്യാളച്ചൻ്റെ മധ്യസ്ഥം വഴിയായിട്ട് പാസ്സായതിനും നന്ദി പറയുന്നു. ഹല്ലേലൂയ. പെരുമഴ പോലെ അനുഗ്രഹം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം, ഇല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കും. കഥ കേൾക്കാനുള്ളവരല്ല മക്കളെ, നമ്മൾ ഭാഗമാകാനുള്ള കഥാപാത്രമാകാനുള്ളവരാണ്. നമ്മൾ കഥ കേൾക്കാനുള്ളവരല്ല, നമ്മൾ കഥാപാത്രമാവണം. ദൈവം ചെയ്യുന്ന പ്രവൃത്തികളിലെ കഥാപാത്രമാകാൻ വേണ്ടിയ കർത്താവല്ല. കഥ കേട്ടുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? ചേച്ചിയുടെ മുഴ പോയാലും ചേച്ചിയുടെ മോള് നെറ്റ് പാസ്സായാലും നമുക്കെന്നാ?
നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന നിമിഷത്തിന് വേണ്ടി, നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിച്ച് ഇതാ തിരുനാളിന്റെ 11 നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ഒപ്പം ഈ വർഷം തിരുനാൾ ഏറ്റെടുത്ത് നടത്താൻ ആഗ്രഹിച്ച മക്കളെ എല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ അൾത്താരയിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ മക്കളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടാവട്ടെ. നമ്മുടെ 11 നിയോഗങ്ങളും സമർപ്പിച്ച് നന്ദി പറഞ്ഞ് മക്കൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുത പ്രവർത്തകൻ എന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളെന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്നകന്ന് അങ്ങേ വിശുദ്ധ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ പ്രിയേക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ സഭയോട്, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട്, അഭിയുന്നത സെബാസ്റ്റ്യൻ പിതാവിനോട്, പിതാക്കന്മാരുടെ വൈദിക കൂട്ടായ്മയിൽ ദൈവമക്കൾ ആശീർവദിക്കപ്പെടുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും ദുഃഖിതരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. തിരുനാളിന്റെ 11ാമത്തെ ദിവസം ദൈവമക്കളെ, ജീവിതം മുഴുവൻ സമർപ്പിച്ച് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. അവനെ തൊട്ടവരും അവൻ തൊട്ടവരുമെല്ലാം സൗഖ്യം പ്രാപിച്ചു. വിശ്വാസകരങ്ങളാൽ കർത്താവിനെ തൊടുന്ന നിമിഷം ഇതാ ദിവ്യ കാരുണ്യനാഥൻ എഴുന്നള്ളി വരുന്ന നിമിഷങ്ങള്. ഇരു കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി മക്കളൊക്കെ വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. സ്തുതിക്കാൻ പറ്റുന്ന ത്രേസ് എടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ഒരു പുതിയ അഭിഷേകം ഒഴുകുക, ഒരു സൗഖ്യം ഒഴുകുക, ഒരു വിടുതൽ ഒഴുകുക. പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന്, അഭിവന്ദ്യ പിതാക്കന്മാരോട് ചേർന്ന് കർത്താവിന്റെ പുരോഹിത അഭിഷിക്ത കരങ്ങൾ ഉയർത്തി ദിവ്യകാര്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ മാഹാരോഗങ്ങൾ, മാരക രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, പഴകിപ്പോയ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, തളർവാദ രോഗങ്ങൾ, ഫിക്സ് രോഗങ്ങൾ, കൊച്ചുകുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷസംബന്ധ രോഗങ്ങൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകൾ, മരണകരമായ അവസ്ഥകൾ, ഐസിലും വെന്റിലേറ്ററുമായിരിക്കുന്ന അവസ്ഥകൾ, കോവിഡ് ബാധിച്ചിരിക്കുന്ന അവസ്ഥകൾ, വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, ഫംഗൽ രോഗങ്ങൾ, ഈശോയുടെ രക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. സ്തുതിച്ച് പ്രാർത്ഥനകൾ അനേകം സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. ഇപ്പോ സ്തുതിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവരുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് അവരുടെ തലയിൽ കൈവച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് രോഗികളായിട്ടുള്ള രോഗപീഠികളുടെ ശരീരഭാഗങ്ങൾ കരകൾ വെച്ച് പ്രാർത്ഥിച്ച് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, കുട്ടികളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, വിസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, പരീക്ഷകൾ എഴുതുന്നവർ, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവർ, വീട് വിട്ടുപോയവർ, ജയിലുകളിൽ കഴിയുന്നവർ, കോടതികളിൽ കഴിയുന്നവർ,
ജാമ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവ, പലതരത്തിലുള്ള തകർച്ചകളായിരിക്കുന്നവ, ദുരന്തങ്ങളിലായിരിക്കുന്നവ, ബന്ധനങ്ങളിലായിരിക്കുന്നവ, കടക്കടികളിലായിരിക്കുന്നവ, ബന്ധനം അഴിയട്ടെ, കൃപയൊഴുകട്ടെ, ബന്ധനം അഴിയട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച മകളെ, ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് അനേകരിലേക്ക് കൃപയൊഴുകുക. സന്തോഷത്തോടെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് നിന്റെ 11 നിയോഗങ്ങളിലേക്ക് അവിടെ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിപ്പുണ്ട്. നിന്റെ നിയോഗങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ച മക്കള്, നിയോഗങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ച ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള ഒരു യുവാവിനെ ഈശോ പ്രത്യേകമായിട്ട് ഇപ്പൊ കാണിച്ചു തരികയാണ്. ഹാർട്ട് സർജറിയോ മറ്റൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെ ആൻജിയോപ്ലാസ്റ്റി എങ്കിലും ചെയ്യേണ്ട ഒരു അവസ്ഥയിലുള്ള ഒരു യുവാവിന് ഇപ്പോൾ സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹൃദയ സംബന്ധ രോഗങ്ങളുള്ള ഏതാണ്ട് 34ഓളം മക്കൾക്ക് സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കിഡ്നി സംബന്ധ രോഗങ്ങൾ, യൂറിനറി സംബന്ധ രോഗങ്ങൾ, ഡോക്ടർമാർ ഡയാലിസിസ് പറഞ്ഞിരിക്കുന്ന അവസ്ഥകള്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന അവസ്ഥകളിലുള്ള മക്കള് 24 പേർക്ക് സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ചെവിക്കകത്ത് വേദന, ചെവിക്കകത്ത് പഴുപ്പ്, ചെവിക്ക് ദ്വാരം, ഡയഫ്രത്തിന് ദ്വാരം വീണിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള അവസ്ഥകള്, കേൾവിക്കുറവ് അനുഭവപ്പെടുന്ന മക്കള് ഈ സമയത്ത് കർത്താവ് അത്ഭുതകരമായ സൗഖ്യം, ചെവി സംബന്ധമായ രോഗങ്ങളില്, കേൾവിയില്ലാതെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാനായിട്ട് 3 കുഞ്ഞു മക്കൾക്ക് അവരുടെ ചെവികൾ തുറക്കപ്പെടുന്ന ഒരു അഭിഷേകം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. 16ഓളം മക്കൾ സുഖപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് വെളിപ്പെടുത്തുന്നു. ഷാജി എന്ന് പേരുള്ള ഒരു മകനെ ഈ കർത്താവ് അനുഗ്രഹിക്കുന്നു. സോജനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. രാജുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അനുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സൗമ്യയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഷേർലിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ബീനായെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എലിസബത്തിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഫിലിപ്പിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അലനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജേക്കബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സക്രിയായെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കുര്യാക്കോസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കെവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോയലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ആന്റണിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മിഥുനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മാത്യുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സേറയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോവാനിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അനീതിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കൊച്ചുമോളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നോബിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. രാജീവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അലക്സീനായെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തൊണ്ട സംബന്ധമായ രോഗങ്ങള് 14 പേർക്ക് സൗഖ്യം കിട്ടുന്നു. ക്യാൻസർ രോഗികളായിട്ടുള്ള 27 പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹൈ കൊളസ്ട്രോള്, പ്രഷർ, ഡയബറ്റീസ് രോഗപീഠകളുള്ള 33 പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അസ്ഥി സംബന്ധമായിട്ട് രോഗപീഠകള്, കൈകാലുകൾക്ക് വേദന, അസ്ഥിക്ക് വേദനയുള്ളവര്, നടുവേദന, പുറം വേദന, കഴുത്ത് വേദനകള് ഈശോ കർത്താവ് 60ലധികം മക്കളെ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഉദര സംബന്ധമായ രോഗങ്ങള്, കുടൽ സംബന്ധമായ രോഗങ്ങള്, ഇൻഡസ്റ്റൈന്റെ രോഗപീഠകള്, സർജറികൾ വേണ്ടവര്, ഉദര സംബന്ധമായിട്ട് പ്രയാസങ്ങള്, കൂടെ വായിച്ചത് ബ്ലഡ് പോകുന്ന അവസ്ഥകളുള്ള മക്കള് ഈശോ കർത്താവ് ഏതാണ്ട് 40ലധികം മക്കൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വചനം വായിക്കാനുള്ള കൃപ, വചനം ഓർത്തിരിക്കാനുള്ള കൃപ, മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ, ആത്മീയ വരങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച 70ലധികം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കളുണ്ട്. കൊച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകാൻ 70ലധികം മക്കളുടെ ആത്മീയ വരങ്ങൾ ചൊരിയപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ത്വക്കുരോഗ പീഡകൾ മൂലം ക്ലേശിക്കുന്ന മക്കള്, സ്കിൻ അലർജികള്, സോറിയാസിസ് ഉൾപ്പെടെയുള്ള രോഗങ്ങള്, ശരീരത്തിലെ വ്രണങ്ങള്, ഉണങ്ങാത്ത അവസ്ഥകള് ഈശോ കർത്താവ് ഏതാണ്ട് 22ഓളം മക്കൾക്ക് സൗഖ്യം കൊടുക്കുന്നു. കാലിന് മരപ്പ്, കാലിന് പെരപ്പ്,
പെരുപ്പ് അനുഭവപ്പെടുന്ന മക്കള്, നടക്കുമ്പോഴത്തേന് കാലിന് മരപ്പ് വരുന്ന, കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥകളുള്ള മക്കള്, കാലിൽ വ്രണങ്ങള്, കാലിൽ സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥകള്, മുട്ടില് പ്രശ്നമുള്ളവര്, ആംഗിൾസിൽ പ്രയാസമുള്ള മക്കള്, ഈശോ കർത്താവ് 17ഓളം മക്കൾക്ക് സൗഖ്യം കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സ്ത്രീ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള 28ഓളം മക്കൾക്ക് സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിട്ടുമാകാത്ത തലവേദന, മൈഗ്രെയിൻ അസ്വസ്ഥതകള്, ബ്രെയിൻ സംബന്ധമായിട്ടുള്ള രോഗപീഠകള് 74 പേർക്ക് സൗഖ്യം കിട്ടുന്നു. സാമ്പത്തിക മേഖലയിലെ ഞെരുക്കങ്ങള്, കടക്കണികള്, ജപ്തി നോട്ടീസുകള്, കേസുകളിൽ പെട്ടുകിടക്കുന്നവര്, ബിസിനസ്സിൽ വലിയ തകർച്ചയായിരിക്കുന്നവര്, തുടങ്ങിയ ബിസിനസ് പൂട്ടിപ്പോയവര്, സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കങ്ങൾ അനുഭവപ്പെടുന്ന 140-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. പരീക്ഷകൾ എഴുതുന്ന, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്ന, റിസൾട്ട് കാത്തിരിക്കുന്ന 400-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. സ്ഥലം വിൽക്കാൻ വാങ്ങാൻ, വീട് വിൽക്കാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന മക്കള്, ഈശോ കർത്താവ് ഏതാണ്ട് 30-ലധികം മക്കള് സ്ഥലം വിൽപ്പന സംഭവിക്കുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വായിക്കകത്ത് വ്രണങ്ങള്, വായിക്കകത്ത് അൾസർ, ക്യാൻസർ രോഗപീഠകള് 14 പേർക്ക് സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അനേകം വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുകയാണ്, അനേകം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്, അനേകലേക്ക് ദൈവത്തിന്റെ കരുണയൊഴുകുന്ന നിമിഷങ്ങള്. ദൈവങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിച്ച്, നാഥനെ നോക്കി പ്രാർത്ഥിച്ച്, നിന്റെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, ഈ തിരുനാളിൽ സമർപ്പിക്കുന്ന 11 നിയോഗങ്ങളിലേക്ക് ഇതാ അവിടുന്ന് എഴുന്നള്ളി വരിക. നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക് യേശുവേ അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ കോവിഡ് രോഗപീഠ നിർവീര്യമായി പോകട്ടെ, കോവിഡ് രോഗപീഠ നിർവീര്യമായി പോകട്ടെ. പരിശുദ്ധാത്മാവേ, 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 ദിവ്യകാരുണ്യനാഥനിലേക്ക് നോക്കിക്ക മക്കളെ. നിന്റെ നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്ക, നന്ദി പറഞ്ഞ് ചോദിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. നീ ചോദിച്ചത് കർത്താവ് തന്നതിന് നന്ദി പറ. അത്ഭുത സൗഖ്യം ഈ നിമിഷം മക്കളിൽ, അത്ഭുത വിടുതലുകൾ ഈ സമയത്ത് മക്കളിൽ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഒരു പുതിയ സമാധാനം ഉണ്ടാവട്ടെ, യുവതി യുവാക്കന്മാർ കുഞ്ഞുമക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് മക്കളെ സമർപ്പിക്കുക, അങ്ങയുടെ തിരുവിലാവിലേക്ക് മക്കളെ സമർപ്പിക്കുക, അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക, അന്തോനീസിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക, യൗസപിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നിന്റെ ദൂതന്മാർക്ക് കൽപ്പന കൊടുക്കണമേ, ഈ മക്കളുടെ ഇടതും വലതും മുമ്പിലും പിമ്പിലും മുകളിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ. ഇവരുടെ ഭവനങ്ങൾക്ക്, ഇവരുടെ ജീവിതത്തിന് ഒരു പ്രത്യേക സംരക്ഷണം. ഇവരുടെ പ്രിയപ്പെട്ടവർക്ക് പകർച്ചവ്യാധികളും മഹാവ്യാധികളും ഈ മക്കളെ ഇവരുടെ ദേശങ്ങളെ സ്പർശിക്കാതിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധ ഈശോയെ, എന്റെ ഈശോയെ, എന്റെ ഈശോയെ, ദൈവത്തിന്റെ മഹാകരുണയെ, അങ്ങേക്കാരാധന. ഈശോ പരിശുദ്ധ ഈശോ പരമമാം ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. ആശീർവാദം ഈ തിരുനാളിൻ്റെ 11ാമത്തെ ദിവസത്തിൽ ദൈവവൈതലെ അനേകരെ സുഖപ്പെടുത്തിയ, ജീവിച്ചിരുന്നപ്പോൾ തന്നെ മരിച്ചവരെ ഉയർപ്പിച്ച, രോഗികളെ സുഖപ്പെടുത്തിയ, തളർന്നു പോയവരെ ബലപ്പെടുത്തിയ, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊടുത്ത,
തകർന്ന ബന്ധങ്ങളിലേക്ക് ഇടപെട്ട കുടുംബ സമാധാനം കൊടുത്ത പുണ്യവാന്റെ പ്രത്യേക ആശീർവാദം. ഓ കർത്താവേ, വിശുദ്ധ അന്തോനീസിലെ മധ്യസ്ഥം വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും സംഭവിക്കുവാൻ അങ്ങയുടെ വരുത്തുന്നുവല്ലോ. തിരുനാളിൻ്റെ 11ാമത്തെ ദിവസം മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണീരോടെ പുണ്യവാന്റെ മധ്യസ്ഥം തേടുന്ന ഈ മക്കളുടെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും മാനസാന്തരങ്ങളും വർഷിക്കണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, തിരുനാളിൻ്റെ 11ാമത്തെ ദിവസം. നാളെ രാവിലെയും നമുക്ക് 6 മണിക്ക് നമ്മുടെ ശുശ്രൂഷകൾ ഉണ്ടാവും. 12ാം ദിവസമാണ്. നിയോഗങ്ങൾ എഴുതി വെക്കാൻ ആഗ്രഹിക്കുന്നവർ 13 നിയോഗങ്ങൾ എഴുതിക്കൊള്ളുക. 13 നിയോഗങ്ങൾ സമർപ്പിക്കുക. നിങ്ങൾ എന്തെങ്കിലും പള്ളിയിൽ വരികയോ തീർത്ഥാടന കേന്ദ്രത്തിൽ വരികയോ ചെയ്യുമ്പോൾ, അടുത്ത ആഴ്ച അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോക്സിൽ, നമ്മുടെ പെട്ടിയിൽ കൊണ്ടുവന്ന് ഇടാവുന്നതാണ് നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതിയത്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്നവർ ഉപവാസമെടുത്ത് നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുക. നാളെയും മറ്റന്നാളും, നാളെ ശനിയാഴ്ച, മറ്റന്നാൾ ഞായറാഴ്ച, തിരുനാളിൻ്റെ 13ാം തീയതിയാണ്. പുണ്യാളച്ചൻ്റെ തിരുനാൾ ദിവസമാണ്. വലിയ അഭിഷേകങ്ങളും വലിയ അനുഗ്രഹങ്ങളും തമ്പുരാൻ തരട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. പുണ്യാളൻ്റെ മധ്യസ്ഥം ദൈവമക്കളുടെ മേൽ എപ്പോഴും ഉണ്ടാവട്ടെ. തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്നേഹത്തോടെ മക്കൾക്ക് ഒരു തക്കം നേരുന്നു. പാതുവായിൽ നിന്നു നീ യേശുവിൻ്റെ സാക്ഷിയായി പാരിനെങ്ങും പാവന പ്രകാശതാരമായി. പാതുവായിൽ നിന്നു നീ യേശുവിൻ്റെ സാക്ഷിയായി പാരിനെങ്ങും പാവന പ്രകാശതാരമായി.